നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗില് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ പ്ലേ ഓഫ് കളിക്കാൻ പോകുന്നു. തുടർച്ചയായി നാലാമത്തെ സീസണാണ് UCL ഇവർ തമ്മിലുള്ള പോരാട്ടം വരുന്നത്. നേരംഗത്തിന്റെ 4ാം വാർഷികമാണ് വരാൻ പോകുന്നത്. തുടർച്ചയായ 4ാം വർഷം. വല്ലാത്തൊരു നെറുക്കെടുപ്പ് തന്നെയാണ് നടന്നത്. ഒന്നുകിൽ ബയേൺ അല്ലെങ്കിൽ റയൽ എന്നുള്ളതായിരുന്നു സിറ്റിക്ക് മുമ്പിലുള്ള വഴി. അതിൽ റയൽ തന്നെ വീണിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പെപ് ഗാർഡിയോള പറഞ്ഞത് ഇതിൽ ഏത് ടീമാണ് നേരിടാൻ നല്ലതെന്ന് ചോദിക്കും. പെപ്പ് പറഞ്ഞത് ഒരു ടീം രാജാക്കന്മാരാണ് ഈ കോമ്പറ്റീഷനിലെ, മറ്റൊരു ടീം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ രാജാക്കന്മാരാണ്, അപ്പോൾ രണ്ടും ഒരുപോലെയാണ് എന്നാണ് പെപ്പ് പറഞ്ഞതെങ്കിൽ ആഞ്ചലോട്ടി പറഞ്ഞത് സിറ്റിയെ ഞങ്ങൾക്ക് നേരിടണ്ട, കാരണം അവർക്ക് ഒന്നുകിൽ സെൽറ്റിക് അല്ലെങ്കിൽ സിറ്റി എന്നാണ്. അപ്പോൾ സിറ്റി ഞങ്ങൾക്ക് നേരിടണ്ട, കാരണം ഒട്ടും എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീട സാധ്യതയുള്ള ടീമാണ് ഇപ്പോഴും സിറ്റി എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. പക്ഷേ എന്ത് പറയാൻ, 4ാം വർഷവും അവർ തമ്മിൽ തന്നെ വീണ്ടും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടുകയാണ്. UCLന്റെ പ്ലേ ഓഫിൽ ആദ്യ പാദ മത്സരം എത്തിഹാദിലാണ് നടക്കുക. 2ാം പാദ മത്സരം സാന്റിയാഗോ ബെർണബുവിലാണ് നടക്കാൻ പോകുന്നത്. ഏതായാലും നോക്കുക, ഈ 4 വർഷക്കാലത്തെ കണക്ക് പറഞ്ഞല്ലോ. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എന്താ സംഭവിച്ചത്? ക്വാർട്ടർ ഫൈനലിലാണ് ഇവർ ഏറ്റുമുട്ടുന്നത്. ആദ്യ പാദ മത്സരം ഏപ്രിൽ 10 അന്ന് 3-3 സമനിലയാണ് സാന്റിയാഗോ ബെർണബുവിൽ ഉണ്ടായതെങ്കിൽ 2ാം പാദ മത്സരം ഏപ്രിൽ 18 അന്ന് 1-1 സമനിലയാണ് എത്തിഹാദിൽ ഉണ്ടായത്. അങ്ങനെ അഗ്രിഗേറ്റ് 4-4 സമനില. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-3 റയൽ മാഡ്രിഡ് വിജയിച്ച് കയറുകയായിരുന്നു. അതേസമയം തൊട്ട് മുമ്പത്തെ വർഷം 2023 സെമി ഫൈനൽ ആദ്യ പാദ മത്സരം റയൽ മാഡ്രിഡിന്റെ മൈതാനത്ത് സാന്റിയാഗോ ബെർണബുവിൽ 1-1 സമനില. 2023 മെയ് 10 അത്. 2023 മെയ് 18 2ാം പാദ മത്സരം മാഞ്ചസ്റ്റർ സിറ്റി 4-0 വിജയിച്ചു. അഗ്രിഗേറ്റ് 5-1 വിജയവുമായിട്ട് അവർ ഫൈനലിലേക്ക് കടന്നുപോയി. അതേസമയം 2022 സംഭവിച്ചത് ആദ്യ പാദ മത്സരം സെമി ഫൈനൽ മത്സരം മാഞ്ചസ്റ്റർ സിറ്റി 4-3 ഇത്തിഹാദിൽ വിജയിച്ചെങ്കിൽ 2ാം പാദ മത്സരം സാന്റിയാഗോ ബെർണബുവിൽ 3-1 റയൽ മാഡ്രിഡ് വിജയിച്ചു. അഗ്രിഗേറ്റ് 6-5 വിജയവുമായിട്ട് അവർ ഫൈനലിലേക്ക് കടന്നുപോയി. ഇതാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അതായത് 2022, 23, 24 വർഷങ്ങളിൽ നടന്നത്. തുടർച്ചയായ 4ാം വർഷം ഇതാ 2025 എന്ത് സംഭവിക്കും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഏതായാലും നമുക്കറിയാവുന്ന പോലെ സമീപകാലത്തെ ഈ ഒരു പ്രകടനത്തിന്റെ കണക്കുകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുമ്പോൾ സിറ്റിയേക്കാൾ മുൻതൂക്കം റയലിനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ പെപ് ഗാർഡിയോളയുടെ സിറ്റിയെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. എന്തും സംഭവിക്കാം. തകർപ്പൻ പോരാട്ടമാണ് വരുന്നത്. ഒരിക്കൽ കൂടി റൂഡിഗർ വേഴ്സസ് ഹാലൻഡ് പോരാട്ടം കാണാൻ പറ്റും. എംബാപ്പെ റയലിന്റെ നിരയില് സിറ്റിക്കെതിരെ കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അത് ഏത് രൂപത്തിലായിരിക്കും ഉണ്ടാവുക? ലോകത്തെ ഏറ്റവും മികച്ച 2 യുവ സ്ട്രൈക്കർമാർ, ഒരു ഭാഗത്ത് എംബാപ്പെ, മറുഭാഗത്ത് ഏർലിംഗ് ഹാലൻഡ്. റയൽ മാഡ്രിഡ് നിരയിലാണെങ്കിൽ റോഡ്രിഗോയും വിനിയും ബെല്ലിംഗാവും ഒക്കെ അടങ്ങുന്ന സൂപ്പർ താരങ്ങളുണ്ട്. മറുഭാഗത്തും ഫിൽ ഫോഡനും സാവിയോയും ഒക്കെ അടങ്ങുന്ന തകർപ്പൻ താരങ്ങളുണ്ട്. അപ്പം കിടിലൻ പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്